Hi students, ഇന്ന് പഠിക്കുന്നത് വേവ് ഒപ്റ്റിക്സിലെ ലാസ്റ്റ് പോർഷൻ ഡിഫ്രാക്ഷൻ ആണ്. ഇൻഡിഫറൻസ്, തിൻ ഫിലിംസ്, ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്. അതിൽ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ ലാസ്റ്റ് വരുന്ന കുറച്ച് ഭാഗമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡിഫ്രാക്ഷന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളത് റിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ഡിഫ്രാക്ഷനും ബെൻഡിങ് തന്നെയാണ്. റിഫ്രാക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു മീഡിയം, ഇപ്പോൾ മീഡിയം 1, മീഡിയം 2. അപ്പോൾ മീഡിയം 1ൽ നിന്ന് ലൈറ്റ് മീഡിയം 2ലേക്ക് വരുമ്പോൾ അതെന്ത് ചെയ്യും? നോർമൽ ലൈറ്റിലേക്ക് ബെൻഡ് ആവും. അപ്പോൾ ബെൻഡിങ് ഓഫ് എ ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ലൈറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പഠിച്ചത്. അപ്പോൾ അതിൽ രണ്ട് മീഡിയം ഉണ്ട്. അപ്പോൾ രണ്ട് മീഡിയത്തിലാണ് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബെൻഡിങ് ഓഫ് എ ലൈറ്റ് വേവ് അറൌണ്ട് ഒബ്സ്റ്റാക്കിൾസ് ഓർ എഡ്ജസ് ഓഫ് എനി ഓപ്പണിംഗ്. ഒരു ഓപ്പണിങ്ങിൻ്റെ എഡ്ജിലോ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റാക്കിളിൻ്റെ എഡ്ജിലോ തട്ടിയിട്ട് ലൈറ്റിന് ഉണ്ടാകുന്ന ബെൻഡിങ്. ആ ബെൻഡിങ്ങിൻ്റെ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ഇതിലും ബെൻഡിങ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മീഡിയം സെയിം ആയിരിക്കും. അപ്പോൾ ലൈറ്റ് വരുന്നത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റ് നേരെ കൊണ്ടുപോകും. എഡ്ജിൽ തട്ടി വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും? കുറച്ചിങ്ങോട്ട് ബെൻഡാവും. അപ്പോൾ ബെൻഡഡ് ലൈറ്റിന് ഇവിടെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. നേരെ ബെൻഡ് ചെയ്യാതെ ഈ ഓബ്സ്റ്റാക്കിളിൻ്റെ മുകളിൽ വരുന്ന ലൈറ്റിന് ഇൻറ്റൻസിറ്റി അവിടെ കൂടുതലായിരിക്കും. അതാണ് നമുക്ക് ഈ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് കാണാം. ഇത് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഇതൊരു ചെറിയൊരു സ്ലിറ്റാണ് ഇവിടെ ഉള്ളത്, എ എന്ന് പറയുന്നത്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എപ്പോഴും നമ്മൾ എടുക്കുന്നത് എ ആണ്. സ്മോൾ ലെറ്റർ എ ആണ് നമ്മൾ സ്ലിറ്റിന് എടുക്കാറ്. അപ്പോൾ സ്ലിറ്റിലൂടെ വരുന്ന ലൈറ്റ് നമുക്ക് ഇതിൽ നോക്കിയറിയാം. നേരെ സ്ലിറ്റിൻ്റെ സെൻറ്ററിൽ കൂടെ വരുന്ന ലൈറ്റ് കൂടെ നമുക്ക് മാക്സിമം ബ്രൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ ബ്രൈറ്റ് ഇൻറ്റൻസിറ്റി ഇവിടെ കൂടുതലായിരിക്കും. പിന്നെ ഇവിടേക്ക് വരുന്ന ലൈറ്റ് ഈ എഡ്ജിൽ തട്ടി വരുന്ന ലൈറ്റാണ്. എഡ്ജിൽ തട്ടിയിട്ട് ബെൻഡായിട്ട് വരുന്ന ലൈറ്റാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ബെൻഡിങ്, ഇവിടേക്ക് എത്തുമ്പോഴും ബെൻഡിങ് കുറവും. അപ്പോൾ ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ സെൻറ്ററിലാണ് നമുക്ക് സെൻട്രൽ മാക്സിമം എന്ന് വിളിക്കുക. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. മുകളിലോട്ടും താഴോട്ട് പോകുന്നതോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും, ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ്. ഒരു സ്ലിറ്റ് ഒന്നേ ഉള്ളൂ. അപ്പോൾ സ്ലിറ്റിന് നേരെ വരുന്ന ലൈറ്റിന് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഈ പാറ്റേൺ വിളിക്കുന്നതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. നമുക്ക് ഇൻ്റർഫറൻസിൽ കിട്ടിയ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരുന്നു. ആ ഫ്രിഞ്ചസിന് ഈക്വൽ വിഡ്ത്ത് ആയിരുന്നു. ഡാർക്കും ബ്രൈറ്റും പെർഫെക്റ്റ്ലി നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് പെർഫെക്റ്റ്ലി ഡാർക്ക് കിട്ടില്ല. സെൻട്രലിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് വൈറ്റ് കിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വൈറ്റ് ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടായിരിക്കും, പ്യുവർ വൈറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പാറ്റേൺ വിളിക്കുന്ന പേരാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് അറൗണ്ട് എനി എഡ്ജസ് ഓഫ് എനി ഒബ്സ്റ്റാക്കിൾ. ഒരു ഒബ്സ്റ്റാക്കിളിൻ്റെ എഡ്ജിൽ തട്ടിയിട്ടുണ്ടാകുന്ന ലൈറ്റിൻ്റെ ബെൻഡിങ് ആണ്. ഇനി ഇതിൽ ഇൻ്റർഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള കുറച്ച് കമ്പാരിസൺ നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഇൻ്റർഫറൻസ്, ഇവിടെ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഇൻ്റർഫറൻസിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ഇൻ്റർഫറൻസ് ബാൻഡ്സ് ആർ ഫോംഡ് ബൈ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഫ്രം ടു കോഹറൻറ്റ് സോഴ്സ്. രണ്ട് കോഹറൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടുന്നത്. ഇൻ്റർഫറൻസ് ബാൻഡ്സ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഡിഫ്രാക്ഷനിൽ ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ആർ ഫോംഡ് ബൈ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെയിം വേവ് ഫ്രണ്ട്. ഒരു വേവ് ഫ്രണ്ടിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ്. അപ്പോൾ വേവ് ഫ്രണ്ട് ഇവിടെ സെയിം ആണ്, കാരണം സോഴ്സ് ഒന്നേ ഉള്ളൂ, ഒരു സ്ലിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് കോഹറൻ്റ് ആണ്, അത് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് സെയിം വേവ് ഫ്രണ്ട് ഡിഫറെൻറ്റ് പാർട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ഉണ്ടാകുന്നത്. ഇനി ഇൻ്റർഫറൻസിൽ ബാൻഡ്സ് ആർ ഈക്വൽ വിഡ്ത്ത്. ബാൻഡ്സ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ വിഡ്ത്തിലായിരിക്കും ഇൻ്റർഫറൻസിൽ. ഡിഫ്രാക്ഷൻ പാറ്റേൺ നമ്മൾ മുകളിൽ കണ്ടു. ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ബാൻഡ്സ് ഒന്നും ഈക്വൽ വിഡ്ത്തിലല്ല, ഡിഫറെൻറ്റ് വിഡ്ത്തിലാണുള്ളത്. ഡിഫറെൻറ്റ് വിഡ്ത്തിലാണ് വേവ് ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ ബാൻഡ്സ് ആർ ഈക്വൽ വിഡ്ത്ത് ഇൻ്റർഫറൻസിൽ.
ഡിഫ്രാക്ഷനിൽ ബാൻഡ്സ് ആർ അൺഈക്വൽ വിഡ്ത്ത്, ഡിഫറെൻറ്റ് വിഡ്ത്ത്. സെൻട്രലിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണ്, വേറെ വിഡ്ത്താണ്. പിന്നെ മുകളിലോട്ട് പോകുന്തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞുള്ള വൈറ്റ് ബാൻഡിന് വിഡ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ബാൻഡ്സ് ഓഫ് മിനിമം ഇൻറ്റൻസിറ്റി ആർ ഓൾമോസ്റ്റ് ഡാർക്ക്. മിനിമം ഇൻറ്റൻസിറ്റി ഉള്ള ബാൻഡ്സ് ഒക്കെ പെർഫെക്റ്റ്ലി ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ബാൻഡ്സ് ഓഫ് മിനിമം ഇൻറ്റൻസിറ്റി ആർ നോട്ട് ഡാർക്ക്. മിനിമം ഇൻറ്റൻസിറ്റി കുറഞ്ഞ ബാൻഡ് ഒരിക്കലും ഡാർക്ക്, പെർഫെക്റ്റ്ലി ഡാർക്ക് അല്ല, ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാവുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ്സ് ആർ സെയിം. ഇതിൽ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമുക്ക് കിട്ടില്ല ബാൻഡുകൾ ഇൻ്റർഫറൻസിൽ. അപ്പോൾ ഇൻ്റർഫറൻസിൽ അതിൽ ഇൻറ്റൻസിറ്റി കൂടുതലുള്ളത് ബ്രൈറ്റ് ബാൻഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കില്ല, ഇൻറ്റൻസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. ഇതിൽ ഇൻറ്റൻസിറ്റിയാണ് കുറഞ്ഞത്. അപ്പോൾ പെർഫെക്റ്റ്ലി അത് ബ്രൈറ്റ് ബാൻഡായിട്ട് കിട്ടില്ല, ഇൻറ്റൻസിറ്റി കുറഞ്ഞ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷനാണ്. എത്ര ടൈപ്പ് ഡിഫ്രാക്ഷൻ ഉണ്ട്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡിഫ്രാക്ഷനെ തരംതിരിക്കുന്നത്. അപ്പോൾ ടൈപ്സാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സ്ക്രീൻ. സ്ക്രീനും സോഴ്സും തമ്മിലുള്ള അതിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സ്റ്റാക്കിൾ. ഒബ്സ്റ്റാക്കിളിനെ ബേസ് ചെയ്തിട്ട് പൊസിഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സ്ക്രീൻ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഡിഫ്രാക്ഷൻ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ഫ്രനൽസ് ഡിഫ്രാക്ഷൻ, രണ്ടാമത്തേതാണ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഡിഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ബേസ് എന്താണ്? പൊസിഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സ്ക്രീൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സ്റ്റാക്കിൾ. ഒബ്സ്റ്റാക്കിളിനെ ബേസ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ സോഴ്സിൻ്റെയും സ്ക്രീനിൻ്റെയും പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഡിഫ്രാക്ഷൻ ഉള്ളത്. ഒന്ന് ഫ്രനൽസ് ഡിഫ്രാക്ഷനും മറ്റേത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഫ്രനൽസ് ഡിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രനൽസ് ഡിഫ്രാക്ഷനിൽ ഐദർ സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ ദ സ്ക്രീൻ ഓർ ബോത്ത് അറ്റ് ദ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സ്റ്റാക്കിൾ. ഒന്നല്ലെങ്കിൽ സോഴ്സ്, ലൈറ്റിൻ്റെ സോഴ്സോ അല്ലെങ്കിൽ സ്ക്രീനോ, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സോഴ്സും സ്ക്രീനും ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സ്റ്റാക്കിൾ. ഒബ്സ്റ്റാക്കിളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും ഈ സോഴ്സും സ്ക്രീനും അല്ലെങ്കിൽ രണ്ടും ഇരിക്കുന്നത് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന വേവ് ഫ്രണ്ട് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു സോഴ്സ്, ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്നത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ്, ഇതാണ് ഒബ്സ്റ്റാക്കിൾ. അപ്പോൾ ഈ ഒബ്സ്റ്റാക്കിളും സ്ക്രീനും തമ്മിലൊരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ വരുന്ന ലൈറ്റിന് ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതലല്ലേ, ഇവിടെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. ഇങ്ങോട്ട് വരുന്തോറും ഈ ഒബ്സ്റ്റാക്കിളിൻ്റെ താഴോട്ട് വരുന്തോറും ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ഈ വരുന്ന ലൈറ്റ് ഈ രീതിയിലുള്ളൊരു പാറ്റേണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതൽ, പിന്നെ ഒരു ഇങ്ങോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. അപ്പോൾ ഇത് സ്പെറിക്കൽ സോഴ്സ് ആണല്ലോ, സ്പെറിക്കൽ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻറ്റൻസിറ്റി കൂടുതൽ കിട്ടും. മുകളിലോട്ട് പോകുന്നതോറും ഇൻറ്റൻസിറ്റി കുറയും. ഇവിടെ ഒബ്സ്റ്റാക്കിളിൻ്റെ താഴോട്ടായതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റൻസിറ്റി നന്നായി കുറഞ്ഞു പോയത്. ഇതാണ് ഫ്രനൽസ് പാറ്റേൺ എന്ന് വിളിക്കും, ഫ്രനൽസ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ഫ്രനൽസ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഐദർ സ്ക്രീൻ, സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ സ്ക്രീൻ ഓർ ബോത്ത് അറ്റ് ദ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, രണ്ടും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലെൻസസ് ആർ നോട്ട് യൂസ്ഡ്. ഇതിൽ ലെൻസ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ഒരു സ്ക്രീനിലേക്ക് നമുക്കിതിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ലെൻസസിൻ്റെ ആവശ്യമില്ല, കാരണം സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് ഇതിൽ പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് മെയിനായിട്ടുള്ള പോയിന്റ് എന്താണ്? ലെൻസസ് ആർ നോട്ട് യൂസ്ഡ്. ഇതിൽ നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നില്ല. അതാണ് മെയിൻ ഡിഫറൻസ് ഫ്രോൺഹോഫറും. ഇനി നമ്മൾ ഫ്രനൽസ് ഡിഫ്രാക്ഷനിൽ ഫ്രോൺഹോഫർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. ഫ്രോൺഹോഫർ ഫ്രനൽസ് ഡിഫ്രാക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് പഠിക്കുന്നത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. മറ്റേതിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു. സ്ക്രീനും സോഴ്സും അല്ലെങ്കിൽ സ്ക്രീൻ അല്ലെങ്കിൽ സോഴ്സ് രണ്ടും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരുന്നു. ഇനി ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനിൽ വ്യത്യാസം, സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് സ്ക്രീൻ ആർ അറ്റ് ദ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്, രണ്ടും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. ഇപ്പോൾ സോഴ്സ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ആ ഇൻഫിനിറ്റിയിൽ നിന്നാണ് ലൈറ്റ് വന്നിട്ട് സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അത് എന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും? ഇവിടെ നമ്മുടെ വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇൻഫിനിറ്റിയിലാണ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കത് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലെൻസ് ഉപയോഗിക്കണം. അതുകൊണ്ട് ഇതിൽ മെയിൻ ഡിഫറൻസ് ഫ്രനൽസും ഫ്രോൺഹോഫറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, ഒന്ന് ലെൻസസ് ആർ യൂസ്ഡ്.
ഫ്രണ്ടൽസിൽ നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഡിഫറൻസ്, ഫ്രണ്ടൽസ് ഡിഫ്രാക്ഷനിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു, ഇതിൽ സോഴ്സും സ്ക്രീനും തമ്മിൽ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണ്, ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രണ്ടൽസ് ഡിഫ്രാക്ഷനിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്, ലെൻസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇവിടെ സോഴ്സ് ഇരിക്കുന്നത് ഇൻഫിനിറ്റി ഒരു സ്ലിറ്റ് വഴി പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയതുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. സ്ക്രീനിൽ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഇതാണ് ഡിഫ്രാക്ഷൻ, ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആണ്. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. എന്താണ് ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ സ്ലിറ്റ് പഠിച്ചിട്ടുണ്ട്, സ്ലിറ്റ്. അപ്പോൾ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ എടുത്തിട്ട് ഇതിൽ നമ്മൾ സ്ലിറ്റ് ഉണ്ടാക്കി ആ സ്ലിറ്റിൽ കൂടെ ലൈറ്റ് ഒക്കെ വിട്ട് സെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇന്റർഫറൻസ് പാറ്റേൺസ് ഒക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു പ്ലെയിൻ എടുത്തിട്ട് ഇതിൽ നമ്മൾ നമ്പർ ഓഫ് സ്ലിറ്റുകൾ ഉണ്ടാക്കാം. ഒരുപാട് സ്ലിറ്റുകൾ, ചെറിയ ചെറിയ സ്ലിറ്റുകൾ ഇതിൽ ഫോം ചെയ്യാം. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് large number of narrow rectangular slits having width of order of wavelength of the light and arranged side by side with equal opaque spaces is called plane transmission grating. അപ്പോൾ ചെറിയ ഓപ്പണിങ്ങുകൾ നമ്മളിങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഈക്വൽ സ്പേസിലുള്ള ഇതായിരിക്കണം, ഈക്വൽ സ്പേസിലായിരിക്കണം, ഈക്വൽ ഒപ്പേക്ക് സ്പേസസ്, ഒരു ഒപ്പേക്ക് സ്പേസ് ആയിരിക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. അതിനെ ട്രാൻസ്മിഷൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് നമുക്ക് ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഷാർപ്പ് ഡയമണ്ട് കൊണ്ട് നമ്മൾ ക്ലോസ്ലി പ്ലേസ്ഡ് പാരലൽ ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ലൈൻസ് ഓൺ ദ പ്ലേറ്റ് ആർ ഒപ്പേക്ക്. അപ്പോൾ പ്ലെയിൻസ് എന്തായിരിക്കണം? ഒപ്പേക്ക് ആയിരിക്കണം ടു ദ ലൈറ്റ്, ആൻഡ് സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ ട്രാൻസ്പാരൻറ്റ്. അപ്പോൾ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്ഥലം ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, എന്നാലാണ് ലൈറ്റ് പോകുള്ളൂ. മറ്റേ ഭാഗം എന്തായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കും, ലൈറ്റിനെ കടത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ ഓപ്പണിങ്സ് നമുക്കിതിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ് പോലെ നമുക്കിങ്ങനെ കിട്ടും. ഈ കിട്ടുന്ന പാറ്റേൺ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിംഗ്, പ്ലെയിൻ ട്രാൻസ്മിഷൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഇനി തിയറി ഓഫ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് നോക്കാം. തിയറി ഓഫ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ലൈറ്റിനെ നമ്മളൊരു സ്ലിറ്റിലൂടെ വിടാണ്. അപ്പോൾ ഇതൊരു ഗ്രേറ്റിംഗ് ആണ്, കാരണം ഇതിൽ ഒരുപാട്, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരുപാട് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് ഒപ്പേക്ക് ആയിരിക്കും, ഇത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുക്കുന്നത് എ ആണ്, സ്ലിറ്റിൻ്റെ വിഡ്ത്ത്. ബി എന്ന് പറയുന്നത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ മൊത്തം ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്പർ എത്രയാണ് വരിക? A+B ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിങ്ങിൽ നിന്ന് മറ്റേതിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുന്നത് A+B ആണ്. ഇതിന് നമ്പർ ഓഫ് ലൈൻസ് ആണ് വിളിക്കുക. N is equal to എടുക്കുന്നത് A+B ആണ്. N is equal to A+B. നമ്പർ ഓഫ് ലൈൻസ് ആണ്. അപ്പോൾ 1/n എന്ന് വിളിക്കണ്ട. നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ്. അപ്പോൾ എത്ര ലൈൻസ് ഉണ്ടായിരിക്കും ഇതിൽ? A+B ഉണ്ടായിരിക്കും. അപ്പോൾ 1/n ആണ് A+B. A+B എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന സ്ലിറ്റിൻ്റെ അടുത്താണ്, B എന്ന് പറയുന്നത് സെപ്പറേഷൻ ആണ്. അപ്പോൾ A+B എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ 1/n എന്ന് വിളിക്കുന്നത്. അപ്പോൾ n ആണ് നമ്പർ ഓഫ് ലൈൻസ്, 1/A+B ഇതിൽ. അപ്പോൾ n is equal to A+. A എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, B എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഗ്രേറ്റിംഗ് എലമെൻറ്റിൽ കൂടെ കടന്നിട്ട് നമ്മളൊരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ട് P0യിൽ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ലെൻസ് ഉപയോഗിക്കണം. അപ്പോൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരു വേവ് ലെങ്ത്ത് ലാംഡ ഉള്ളതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? L എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് ആണ് ഇതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി, അതായത് സെൻട്രൽ മാക്സിമം എന്ന് വിളിക്കുക. അപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി നമുക്ക് അവിടെ കിട്ടും, സെൻട്രൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ആ സ്ലിറ്റിനെ കുറച്ചും കൂടി സൂം ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ ഇക്വേഷൻ, ഗ്രേറ്റിംഗ് ലോ അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് A+B.
അപ്പോൾ ഈ വേവ് എയിൽ നിന്ന് വന്നിട്ട് നേരെ കോൺവെക്സ് ലെൻസ് വഴി ക്യൂ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ മാക്സിമത്തിൽ, ഇത് സെൻട്രൽ മാക്സിമമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പൽ മാക്സിമം കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് വരുന്ന ലൈറ്റിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് ലൈറ്റ് നേരെ പോകുന്നുണ്ട്, അത് സെൻട്രൽ മാക്സിമം ആയിട്ട് കിട്ടും. നമ്മളിവിടെ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ലൈറ്റാണ്, അതായത് പ്രിൻസിപ്പൽ മാക്സിമം. ഇത് സെൻട്രൽ മാക്സിമമാണ്. മാക്സിമം ഇൻറ്റൻസിറ്റി സെൻട്രലായിരിക്കുമല്ലോ, ഇവിടെയാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടാം. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇൻറ്റൻസിറ്റി ഇവിടെ കുറവായിരിക്കും, ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത്. ഇങ്ങോട്ട് പോകുന്നതോറും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ സെൻട്രൽ മാക്സിമം, ഇത് പ്രിൻസിപ്പൽ മാക്സിമം. അപ്പോൾ ലെൻസിനെ നമ്മൾ വെച്ചിട്ട് സ്ക്രീനിലോട്ടുള്ള ഒരു ഭാഗം എടുക്കണം. അപ്പോൾ ഇതിൽ എ ബി സി എന്ന് പറയുന്നത്, ഇവിടെ ഈ പോയിന്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കെ ആണ്, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഇവിടെ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇത് സ്ക്രീൻ. ഇനി നമ്മൾ ട്രയാങ്കിൾ എ സിക്ക് എടുക്കുക. ട്രയാങ്കിൾ എ സി കെ. അപ്പോൾ ട്രയാങ്കിൾ എ സി കെയിൽ സൈൻ തീറ്റ സി ഈക്വൽ ടു, നമുക്ക് ട്രയാങ്കിൾ എ സി കെ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ കെ. എ കെ ആണ് ഓപ്പോസിറ്റ് സൈഡ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് എ സി. അപ്പോൾ എ കെ ബൈ എ സി കിട്ടി നമുക്ക്. ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത് എ കെ ബൈ എ സി. ഇനി എ കെ ഇസ് ഈക്വൽ ടു, അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ കെ ബൈ എ സി കിട്ടി. ഇനി എ കെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ സി സൈൻ തീറ്റ എന്ന് എഴുതാം. എ സി സൈൻ തീറ്റ. ഇനി ഇതിൽ എന്താണ് എ സി നോക്കാം. എന്താണ് എ സി? എ സി എന്ന് പറയുന്നത് ഫിഗറിൽ ഇതാണ്, എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അതെന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ വിട്ടും സെപ്പറേഷനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എ പ്ലസ് ബി ആണ് വരിക. അപ്പോൾ എ സിക്ക് പകരം നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് കൊടുക്കാം? എ പ്ലസ് ബി കൊടുക്കാം. അപ്പോൾ എ കെ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സൈൻ തീറ്റ. ഇനി എ പ്ലസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. ടു വേവ്സ് ഇന്റർഫെയർ കൺസ്ട്രക്റ്റീവ്ലി. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഒരു വേവിൻ്റെ മുകളിൽ വേറെ വേവ് വരാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട് എ പ്ലസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. ഇവിടെ എൻ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം. അത് എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം, എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം, എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ തേർഡ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ, അപ്പോൾ ഓർഡറാണ് ഇവിടെ എൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം, എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം. അങ്ങനെ നമുക്ക് ഓരോന്നെടുക്കാം. ഇനി ഐദർ സൈഡ് ഓഫ് ദ സെൻട്രൽ മാക്സിമം, സെൻട്രൽ മാക്സിമത്തിൻ്റെ രണ്ട് ഭാഗം, ഇതാണ് സെൻട്രൽ മാക്സിമം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗവും ഈ ഭാഗം. നമ്പർ ഓഫ് പ്രിൻസിപ്പൽ മാക്സിമ ആർ ഒബ്റ്റെയിൻഡ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് സെൻട്രൽ മാക്സിമാണ്. ഇവിടെ നമുക്ക് ഇതൊരു പ്രിൻസിപ്പൽ മാക്സിമാണ്, ഇതൊരു പ്രിൻസിപ്പൽ മാക്സിമാണ്. ഇഫ് ദർ ആർ n ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ദ ഗ്രേറ്റിംഗ് ദർ ആർ n സ്ലിറ്റ്. അപ്പോൾ n ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടെങ്കിൽ n ഗ്രേറ്റിംഗ് ഉണ്ടാവും. കാരണം നമ്പർ ഓഫ് ഗ്രേറ്റിംഗ് എലമെന്റ് അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ലെങ്ത് ഓഫ് ഗ്രേറ്റിംഗ്, നമ്പർ പെർ യൂണിറ്റ് ലെങ്ത്, ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ n ഇൻറ്റു എ പ്ലസ് ബി is equal to 1. n എന്ന് പറയുന്നത് n ലൈൻസ് ആണ്, പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ 1/n ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ n ഇൻറ്റു എ പ്ലസ് ബി is equal to 1, അല്ലെങ്കിൽ എ പ്ലസ് ബി is equal to 1/n, n ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ എ പ്ലസ് ബി is equal to 1/n. അപ്പോൾ എ പ്ലസ് ബി is equal to 1/n കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് എന്താണ്? എ പ്ലസ് ബി sin theta is equal to n lambda. a plus b sin theta is equal to n lambda ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ a plus b നമുക്ക് കിട്ടി 1/n ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 1/n sin theta is equal to n lambda എഴുതാം. അപ്പോൾ a plus b sin theta എന്ന് നമുക്ക് പറയാം. അതാണ് ഗ്രേറ്റിംഗ് ഫോർമുല. ഇത് നമുക്ക് ഗ്രേറ്റിംഗ് ഫോർമുല എന്ന് വിളിക്കാം. എ പ്ലസ് ബി സൈൻ തീറ്റ. പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഇക്വേഷനൊക്കെ ആവശ്യം വരും. എ പ്ലസ് ബി ആണ്, എ പ്ലസ് ബി എ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എ പ്ലസ് ബി നമുക്ക് 1/n ആണ്, 1/n സൈൻ തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെയ്യുന്ന സമയത്ത് n അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു nn ലാംഡ എന്ന് കിട്ടും. അല്ലെങ്കിൽ എ പ്ലസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ ഓർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു nn ലാംഡ. ഇതിന് വിളിക്കുന്നതാണ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ. ദിസ് ഈസ് കോൾഡ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ.
അപ്പോൾ ഇത്രയാണ് അതിലുള്ളത്. ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ എൻ ലാംഡ, അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്, എൻ എന്ന് സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് ഓർഡറാണ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഗ്രേറ്റിംഗ് ഇക്വേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ലോ എന്ന് പറയുന്നത് എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ, അല്ലെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ എൻ ലാംഡ. ഓക്കെ, താങ്ക് യു.